പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കിന്നക്കോരയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഊട്ടിയിൽ നിന്നും 48 കിലോമീറ്ററാണ് കിന്നക്കോരയിലേക്കുള്ള ദൂരം. പോകുന്ന വഴിയിൽ തന്നെ ആവാലാഞ്ചി, എമറാൾഡ് ലേക്ക് കാഴ്ചകൾ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടതാണ്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇന്ന് നമ്മൾ കാണുന്നത് കിന്നക്കോരയിലൊരു ടീ ഫാക്ടറിയാണ്. എങ്ങനെയാണ് തേയിലപ്പൊടി പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഏകദേശം ഒറ്റ നോട്ടത്തിൽ മൂന്നാറിന് സമാനമായ ഭൂപ്രകൃതി തന്നെയാണ് ഊട്ടിയിലും കാണാൻ കഴിയുക. ടീ ഫാക്ടറികളുടെ എണ്ണവും തേയിലത്തോട്ടങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഏകദേശം മൂന്നാറിന് സമാനം തന്നെ. അപ്പം കിന്നക്കോരയിൽ വെച്ച് കണ്ട ഒരു ടീ ഫാക്ടറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. തേയില ഫാക്ടറിയുടെ ഉൾവശമാണ് കാണുന്നത്. രണ്ടാം നില. തേയിലത്തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഇലകൾ ചാക്കുകളാക്കി രണ്ടാം നിലയിൽ എത്തിക്കുന്നു. ഇവിടെ നിന്നും ആദ്യത്തെ പ്രോസസ്സിലേക്ക് കടക്കുന്നു. അതിൻ്റെ പേരാണ് വിതറിങ്. ഇലകളിലെ വെള്ളത്തിൻ്റെ അംശം കളയുക എന്നതാണ് ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇലകൾ ചെറുതായൊന്നും വാടുന്നു. അതിനുശേഷം ഇവന്റ് ഫീഡർ വഴി താഴെയുള്ള CTC എന്ന് പറയുന്ന മെഷീനിലേക്ക് ഇലകൾ കടത്തിവിടുന്നു. സ്റ്റാഫാണ് സാധാരണയായി ഇങ്ങനെ കടത്തിവിടുന്നത്. അതൊരു മാനുവൽ പ്രോസസ്സാണ്. ഒന്നാം നിലയിലോട്ട് പോയി നമുക്കിനി CTC മെഷീന്റെ പ്രവർത്തനങ്ങൾ കാണാം. ഇവന്റ് ഫീഡറിലൂടെ ഫിൽട്ടറിംഗ് പ്രോസസ്സ് കഴിഞ്ഞാണ് CTC മെഷീനിലേക്ക് ഇലകൾ എത്തുന്നത്. CTC മെഷീനിലേക്ക് എത്തുന്ന വാടിയ ഇലകൾ കുഴഞ്ഞരഞ്ഞ് പുറത്തേക്ക് വരുന്നു. അവിടെ നിന്നും ബെൽറ്റ് വരി സാവധാനം നീങ്ങി സ്പ്രെഡിംഗ് മെഷീനിലൂടെ റോളറിലൂടെ കയറി പൊടി രൂപത്തിലാകുന്നു. പൊടി രൂപത്തിലായതിനു ശേഷം വീണ്ടും ബെൽറ്റിലൂടെ നീങ്ങി ഫെർമെന്റേഷൻ ഡ്രമ്മിലേക്ക് പൊടികൾ എത്തുന്നു. ഫെർമെന്റേഷൻ ഡ്രമ്മിലേക്ക് എത്തുന്ന പൊടികൾ ഓക്സിജനുമായി സംയോജിച്ച് ജൈവമാറ്റം സംഭവിക്കുന്നു. ഇവിടെ വെച്ചാണ് തേയിലപ്പൊടിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സും നടക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് വരുന്ന തേയിലപ്പൊടികൾ ഫിൽട്ടർ ചെയ്ത് ഉണക്കി പാക്കുകളാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. തേയിലപ്പൊടി നിർമ്മാണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർമ്മാണ പ്രക്രിയയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഫാക്ടറികൾ മാറുന്നതനുസരിച്ച്, ടെക്നോളജികൾ മാറുന്നതനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം. ഒരു ചെറിയ ഫാക്ടറിയിൽ എങ്ങനെയാണ് തേയില ഉണ്ടാക്കുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ കിന്നക്കോരയിലെ കാഴ്ചകളൊക്കെ കണ്ട് തേയില ഫാക്ടറിയുടെ പ്രവർത്തനവും പഠിച്ച് ഞങ്ങൾ നേരെ പോയത് ഊട്ടിയിലെ പ്രസിദ്ധമായ റോസ് ഗാർഡനിലേക്കാണ്. അപ്പോൾ റോസ് ഗാർഡനിലെ ചെറിയ കാഴ്ചകളൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഊട്ടിയിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡൻ ഏകദേശം 10 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ പൂന്തോട്ടമാണ്. ഊട്ടി വിജയനഗരത്തിലെ എൽക്ക് കുന്നിന്റെ ചരിവിൽ 2200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡനുകളിൽ ഒന്നുകൂടിയാണ് ഊട്ടി ഗവൺമെന്റ് റോസ് ഗാർഡൻ. 2006 മെയ് മാസത്തിൽ ജപ്പാനിലെ ഒസാക്കയിൽ വെച്ച് വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റിയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച റോസ് ഗാർഡൻ എന്നതിനുള്ള ഗാർഡ് ഓഫ് എക്സലൻസ് അവാർഡ് റോസ് ഗാർഡന് ലഭിച്ചിരുന്നു. ഊട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് റോസ് ഗാർഡൻ. ധാരാളം ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്താറുള്ളത്. ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വന്ന് കണ്ട് രസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം കൂടിയാണ് ഊട്ടി റോസ് ഗാർഡൻ. റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. കൊടകിരി കോടനാട്.